സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോവാണ്. അത്യാവശ്യമായിട്ടൊരു സാധനം വാങ്ങണം. ആ സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സർപ്രൈസാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം ലാസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ഇരുന്ന ഇരിപ്പിൽ എണീറ്റ് പോരുമായിരുന്നു. അപ്പോൾ എപ്പോഴോ തൊട്ടൊരു പൊട്ടാണ് ഈ കിടക്കുന്നത്. ഡ്രസ്സിനൊട്ട് മാച്ചിങ് അല്ല എന്ന് എനിക്കറിയാം, പക്ഷേ അത് വീട്ടിൽ നിന്ന് അറിയാതെ രാവിലെ ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമാണ്. ഏകദേശം ഇനിയിപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കൂടി ഉണ്ട്. അരമണിക്കൂറിൽ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ സാധനം. ഓക്കെ, ഏകദേശം വൈകുന്നേരമൊക്കെ ആവാറായി. സൂര്യൻ കണ്ടോ? സ്ഥലം എത്താറായി. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം എന്തായാലും കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ സാധനം എന്നുള്ളത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. നല്ലതായിരിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പോയി നോക്കി വാങ്ങി കഴിയുമ്പോൾ അറിയാം. നമ്മളിപ്പോൾ വാങ്ങിയ സാധനത്തിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് DJI Osmo Pocket 3 ആണ്. ഇപ്പോൾ രാത്രിയായിട്ടും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. മൈക്കും ഒക്കെ ആണെന്ന് തോന്നുന്നു. റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അറിയാം. ഇപ്പം നമ്മൾ വാൾമാർട്ടിൽ പോവാം. നമുക്ക് നാളെ സ്റ്റോറില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിലിടാം. ഇതിപ്പോൾ ഞാൻ ആ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്. പ്രൊഡക്റ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയിൽ തന്നെ ഇടാം. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ആ ഒരു അപ്കമിങ് വീഡിയോയിൽ ഫുള്ളായിട്ട് തന്നെ ഇടാം. എനിക്ക് തോന്നുന്നു എല്ലാ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് DJI Osmo Pocket 3. മൈക്ക് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, വിച്ച് ഐ ഷോ യു ലേറ്റർ. അപ്പം ഞങ്ങൾ പോയിട്ട് പിസ്സ ഡൗ വാങ്ങട്ടെ. നാളെ സ്റ്റാർട്ട് ആയതുകൊണ്ട് സ്റ്റോറില്ല. അപ്പം പെട്ടെന്ന് വാങ്ങണം. ഷോപ്പൊക്കെ അടയ്ക്കാറായി. ഈ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ മൈക്കും ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ തൂക്കി പിടിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഓക്വേർഡ് ഫീലിംഗ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഇത് പഠിക്കാതെ പറ്റില്ലല്ലോ അല്ലേ? Oh, it's actually so nice. It looks amazing. Are you a vlogger? Just not a very big one, but okay. Yeah. She's saying that, but she has to be 24? 20. Yeah. 20K. So you lied. You are a vlogger. On like Instagram? Instagram, yeah. Can I follow you? Oh, yeah. That's amazing. Here. I love seeing people vlog. You should keep doing it. Thank you. Good thing you're supportive because she's like, no, I don't vlog. Nice. So I'm going to follow you. It was lovely meeting you. You too. You're so sweet. Thank you. Have a good Bye. night. നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ ഇങ്ങനെ നടന്നു വരുമായിരുന്നു, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് അയ്യോ വ്ളോഗർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വന്ന് ചെറുതായിട്ട് വന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ അടിപൊളി, നല്ല കാര്യം, ഞാൻ ഈ സാധനം ആദ്യമായിട്ട് ഈ Osmo Pocket 3 കാണുന്നതെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ പിന്നെ പുള്ളിക്കാരത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരത്തി എൻ്റെ പേജൊക്കെ നോക്കി എന്നെ ഫോളോ ഒക്കെ ചെയ്തു. കൊള്ളായിരുന്നു, ആ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെ ചോദിക്കണേ. ആ ഇടയ്ക്ക് ഡ്രോൺ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആൾക്കാർ എക്സൈറ്റ്മെൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് നടക്കുമ്പോഴത്തേക്ക് അങ്ങനെ ആൾക്കാർക്ക് ഇവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഇങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ അവരിങ്ങനെ അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തം. കേട്ടോ? മെഗ്ഡി വേണോ? ഈ കാണുന്നുണ്ടല്ലോ US ആണ്. ആ വെള്ളത്തിന്റെ അപ്പുറത്തുള്ള അയ്യോ ഗിംബലൊക്കെ പാടിച്ചു താഴെ പോകും.
നോക്കിയേ ബിൽഡിംഗ് ഒക്കെ നോക്കിയേ. ഇവിടെയൊക്കെ എന്തോ ആഘോഷം നടക്കുന്നു. നമ്മളിപ്പോൾ നമ്മൾ സാർണിയ വന്നിട്ടാണ് ഈ സാധനം വാങ്ങിയേ. അപ്പം ഇവിടെ സാർണിയയിൽ നമുക്ക് US ബോർഡർ കാണാൻ പറ്റും. ഇവിടെ കാനഡയാണെങ്കിൽ കാനഡയുടെ നമ്മളവിടെ നിന്ന് ഒരു പാലമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട്. പുഴ കഴിഞ്ഞാൽ US. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു ഗ്ലിംസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ഞാനിതൊന്ന് ടേൺ ചെയ്ത് നോക്കട്ടെ. യെസ്, കണ്ടോ, അതൊക്കെ US ആണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവേ. This is US from Canada. Okay, lights ഒക്കെ ഈ പുഴ കഴിഞ്ഞാൽ കാണുന്ന ഒക്കെ US ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ഇതുപോലെ തന്നെ അവിടെ നിന്ന് അവർ നമ്മളെ കാണുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ഇരുന്ന് അവരെ കാണുന്നു, അവർ നമ്മളെ അവിടെ ഇരുന്ന് കാണുന്നു. വണ്ടർഫുൾ. ഞങ്ങൾ അന്ന് അവിടെ പോയി. അവിടെ അയ്യോ എൻ്റെ ഫോൺ അവിടെ. ഒരു ഇന്ത്യൻ ഇത്രയും വലിയ പരിപാടി കാണുന്നത് ഔട്ട്ഡോർ ആയിട്ടല്ലേ. ഔട്ട്ഡോർ ആയിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇൻഡോർ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഔട്ട്ഡോർ ഇങ്ങനെ കണ്ടിട്ടില്ല. കൊള്ളാം. പക്ഷെ ഫുഡൊക്കെ എല്ലാം വെജാണ്. നമുക്ക് വെജ് വേണ്ടല്ലോ, നമുക്ക് മന്തി കഴിക്കാം അല്ലേ. എനിക്ക് ഇങ്ങനെ ലൈറ്റും ബിൽഡിങ്ങും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയിൽ പകൽ വലിയ ഇഷ്ടമില്ല. ആ പ്ലെയിൻ പോകുന്നുണ്ടോ, ബിൽഡിങ്ങിന്റെ ബാക്കിൽ കൂടി ഇങ്ങനെ പ്ലെയിൻ ഒക്കെ പോകുന്നുണ്ട്. കണ്ടാ 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 ഈ US കാനഡയും കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസം മനസ്സിലാവും അല്ലേ. ഇത് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണിച്ചേടാ. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ ഒരു പഴയ ടൈപ്പ് ബിൽഡിങ്ങാ. ഇതാണ് കാനഡ. ഇനി അങ്ങോട്ട് US-ലോട്ട് പോകുമ്പോൾ ഭയങ്കര 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 ഉണ്ടോ ഇങ്ങനത്തെ പഴയ ബിൽഡിംഗ് ആണ് കാനഡയിൽ. എന്നിട്ട് ഇങ്ങനെ നേരെ അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്വർഗത്തിലോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സന്ദർഭഗംഗത്തി സ്വപ്നം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. മന്തി, യമൻ. ഒരു ഇവിടെ പോയി നമുക്ക് കുഴി. ലെറ്റ്സ് ഗോ. ഇവിടെയൊക്കെ ഇങ്ങനെ സീറ്റും ഉണ്ട്. ഇങ്ങനെ അറബിക് റെസ്റ്റോറൻറ്റ് പോയാൽ ഇതുപോലെ ഇങ്ങനെ നിലത്തിരുന്നൊക്കെ കഴിക്കാൻ പറ്റും. ഇങ്ങനെയാണ് കൂടുതൽ അറബികൾ കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ നിലത്തിരുന്നിട്ട് നിലത്തൊരു ഷീറ്റ് വിരിച്ചിട്ട് ആ ഷീറ്റയിലോട്ട് ഫുഡ് ഇടും. പ്ലേറ്റ് ഇല്ല, എന്നിട്ട് ഡയറക്റ്റ് അതിൽ നിന്ന് എടുത്ത് കഴിക്കും. നിങ്ങൾ ആളെ നേരിട്ട് കണ്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം. അയ്യോ, സൂം ചെയ്ത് കാണി. ഇതാണ് നമ്മുടെ പുതിയ DJI Osmo Pocket 3. നമ്മുടെ മന്തി വന്നു. ഇത് മട്ടൺ, ലാമ്പും ചിക്കനും ആയിട്ടുള്ള മന്തി. കുറേ റൈസ് ഉണ്ട്, പക്ഷേ പീസിന് ഇച്ചിരി വലുപ്പമാവായിരുന്നു അല്ലേ. $29. കുഴപ്പമില്ല. ഇവിടെ മയണൈസ് ഇല്ല, പകരം ഇതാവുള്ളത്. പിന്നെ ഒരു 7up ഉണ്ട്. പ്ലേറ്റും തരത്തില്ല ഇവർ ചോദിക്കാതെ. നമുക്ക് പ്ലേറ്റ് ചോദിച്ചിട്ടുണ്ട്. പ്ലേറ്റ് വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടെ എല്ലാവരും ഇതിൽ നിന്ന് തന്നെ നേരിട്ട് കഴിക്കുകയായിരുന്നു. താങ്ക് യു. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. റൈസൊക്കെ നല്ല സോഫ്റ്റാണ്. ചിക്കൻ കൊള്ളാം. ഓ, ലാമ്പൊക്കെ അങ്ങ് പോന്നു. ലാമ്പ് ഇടുക. ഓക്കെ, നമുക്ക് കഴിക്കാം അല്ലേ.
അയ്യോ കഴിഞ്ഞു. ബാക്കി റൈസ് വന്ന പാഴ്സൽ എടുക്കാന്ന് പറഞ്ഞ് കഴിക്കായിരുന്നു. ബാക്കി റൈസ് വിട്ട് എല്ലും കഷ്ണം പോലും ഇല്ല. വാ പോവാ. നീ എങ്ങോട്ടാ? റിലാക്സ്ഡ് ആയിട്ടിരിക്കട്ടെ. ലെറ്റ്സ് ഗോ ഹോം. ഒക്കെ റെസിഡൻഷ്യൽ ഏരിയ അല്ലേ? അല്ല ഉറങ്ങണ്ടേ? ഈ ഓൺ റൂട്ടിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ. നീ sorry? Anything else? No. Just one bite. Yeah. ഇവിടെ വന്ന് എല്ലാവരും കുടിക്കുന്ന ഒരു സാധനമാണ് ഫ്രഞ്ച് വാനില. ആദ്യം നമുക്ക് ഇവിടുത്തെ കാപ്പിയൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമുക്ക് ആദ്യം താങ്ക് യു ഹാവ് എ നൈറ്റ്. അപ്പം നമ്മൾ ആദ്യം ക്യാൻഡിൽ വന്നു കഴിയുമ്പം നമുക്ക് ആകെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഫ്രഞ്ച് വാനില. പക്ഷെ പിന്നെ പോകെ പോകെ നമുക്ക് ഇങ്ങനെ ഭയങ്കര മധുരമായിട്ടൊക്കെ തോന്നും. അപ്പം നമ്മൾ കാപ്പിയിലോട്ട് മാറും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജേണി. പക്ഷെ ഇതിപ്പോൾ കുറേ നാളായി കുടിച്ചിട്ട് ഫ്രഞ്ച് വാനില. ഭയങ്കര ഷുഗറാണ് എന്നാലും. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രഞ്ച് വാനിലയുടെ ഒരു കുഴപ്പം എല്ലായിടത്തും പല പല ടേസ്റ്റാണ്. നല്ല. ഞാൻ വേഗം പോകാം, നാളെ ജോലിയുണ്ട്.